ക്ഷമിക്കണം, ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഞാൻ RJ അഞ്ജലി. എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ്. എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും തലതിരിഞ്ഞ് കൊത്താൻ തുടങ്ങിയപ്പോൾ എല്ലാവരും നിങ്ങളോട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ തമാശകളെയും പോയി നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ ക്ഷമ പറയാൻ വന്നിരിക്കുകയാണ്. ഇതിനു മുൻപ് നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടതായിരുന്നു. നിങ്ങളുടെ പേജിലൂടെ ഒരാളെ വിളിച്ചിട്ട് മെഹന്തി നിങ്ങൾക്ക് ഇടാൻ പറ്റാത്തോടത്ത് ഇടാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ നല്ല മാന്യമായിട്ടൊരു ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളെ പ്രാങ്ക് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടേതായൊരു മര്യാദ കുറച്ചെങ്കിലും കാണിക്കേണ്ടതായിരുന്നു. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. ഒരു തരം വളിഞ്ഞ പ്രാങ്ക്. ഈ വളിഞ്ഞ പ്രാങ്ക് തിരിച്ചങ്ങോട്ടും അതുപോലെ തന്നെ വരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ സുഖം മനസ്സിലാവും. ബോഡി ഷേമിങ് അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു മാന്യതയുണ്ട്. എല്ലാവരും എല്ലാ ജോലിയും ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്ക് കുറഞ്ഞോ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആര് ചെയ്യും ഇതൊക്കെ? അതുകൂടി ചിന്തിക്കണ്ടേ? നിങ്ങൾക്കൊക്കെ അത്ര ആൾക്കാരെ പറ്റുള്ളൂ. അത്ര ആൾക്കാരെന്നുള്ള നല്ല ചുട്ട മറുപടി കിട്ടണം. ഇവരെന്തായാലും നല്ല കേസും കാര്യങ്ങളായിട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ അപമാനിക്കപ്പെട്ട ആ സ്ത്രീക്ക് ഒരുപാട് വിഷമമുണ്ടാവും. അപ്പോൾ അവരതിൻ്റേതായ രീതിയിൽ നിയമപരമായിട്ട് തന്നെ പോകും. അങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ പിന്നെ ഒരുപാട് മാപ്പ് കോപ്പ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ്. അതായത് ചെയ്ത കാര്യം വളരെ മോശമായിപ്പോയി. ഇപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു ഇവർ. ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഞാൻ RJ അഞ്ജലി. എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ്. എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് നിന്നെ കാണുമ്പോൾ അങ്ങനെ ഇത് വരുന്നില്ല. കാരണം നീ വെറും ഉടായ്പാണ്. ഉടായ്പ് മീൻസ് എല്ലാവരെയും കളിയാക്കിക്കൊണ്ട് ചിരിപ്പിക്കുക. കളിയാക്കിക്കൊണ്ട് ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നീയും നിൻ്റെ കൂട്ടുകാരെയും കൂടിയിട്ട് മറ്റുള്ളവരെ കളിയാക്കുക, എന്നിട്ട് ചിരിപ്പിക്കുമ്പോൾ മറ്റുള്ളവരുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആളാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ്. അതായത് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് പരിഹസിപ്പിച്ച് ഒരുപാട് വീഡിയോ വൈറലാക്കുക, എന്നിട്ട് പ്രാങ്ക് ആണെന്നൊരു പേരും പറഞ്ഞ് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ലോകം മുഴുവൻ നാണം കെടുത്തിയിട്ട് വളരെ കൂളായി വന്നിട്ട് നിങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ക്ഷമിക്കാൻ ഇവിടുത്തെ ഇതുപോലെ തന്നെ സ്വമനസ്സുകൾക്ക് താല്പര്യമില്ല. അത് പറ്റില്ല. കാരണം നിങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം പിന്നെ വന്നിട്ട് അങ്ങോട്ട് ക്ഷമിക്കുമെന്ന് പറയുമ്പോൾ ക്ഷമിക്കാനിരിക്കുന്നവരാണോ അവർ? അങ്ങനെയാണെങ്കിൽ കയ്യും കാലും മുറിച്ചിട്ടിട്ട് അങ്ങോട്ട് ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ക്ഷമിക്കുമോ? ഇതെന്തോന്നും ന്യായമെന്ന് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഉടായ്പകൾ കാര്യങ്ങൾ ഒപ്പിച്ച് ഓർമ്മ ചെയ്യുക. എന്നിട്ടൊക്കെ ഇവരൊക്കെ വിചാരം എന്താ, ഇവരങ്ങോട്ട് വന്നിട്ട് ക്ഷമ പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ക്ഷമിക്കും. കാരണം ഇവരിങ്ങനെ എല്ലാവരും ഇങ്ങനെ താങ്ങി നിൽക്കുകയാണ് എന്ന് മാത്രമാണ് ഇവർ വിചാരിക്കുന്നത്. ഓരക്കോലം കിട്ടുകയും വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ്. അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത്. വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അയ്യോ, ഞങ്ങളങ്ങ് വിശ്വസിച്ചു. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. കാരണം നിങ്ങൾ സത്യം മാത്രമല്ലേ പറയുള്ളൂ. അതുകൊണ്ട് നിങ്ങളവിടെ മീശ മാധവനിലെ വിഷ്വൽ കണ്ടിട്ട് ചിരിച്ചിരിക്കുകയായിരുന്നു. ചിരിച്ച സമയത്താണ് പ്രാങ്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വക ഉടായ്പും കള്ളക്കഥകളൊക്കെ ആദ്യം ഒന്ന് നിർത്ത്. വായ തുറന്നാൽ കുറച്ച് സത്യം പറയും. തിന്നാനും അതുപോലെ തന്നെ നുണ പറയാനും മാത്രം വായ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളിൽ പലരും.
അപ്പോൾ അതൊക്കെ നിർത്തുക. എന്നിട്ട് മറ്റുള്ളവരെ കളിയാക്കണതും മറ്റുള്ളവരെ പ്രാങ്ക് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുമോ എന്നതിനനുസരിച്ച് കൂടി നല്ല ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു RJ ആയിരിക്കും നിങ്ങളെപ്പോഴും. മറ്റുള്ളവർക്ക് വഴികാട്ടിയാവണം, മറ്റുള്ളവർക്ക് മാതൃകയാകണം. ഇതൊരുമാതിരി മറ്റേ പരിപാടി ചെയ്തിട്ട് പിന്നെ തെറ്റും ക്ഷമയും പറഞ്ഞിട്ട് അതിനെ കുറേ ന്യായീകരിക്കാനും ശ്രമിക്കേണ്ട ആവശ്യമില്ല. തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങളുടെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് മെഹന്തി ഇടുമോ എന്ന് ചോദിച്ചത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് അധിക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതാണല്ലോ. അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പിന്നെ ഇപ്പോൾ ഓരോ ഉടായ്പ് പറയാമെന്ന് മാത്രം. അതിൻ്റെ ഉത്തരമൊക്കെ ഞങ്ങൾക്ക്, അതിൻ്റെ ചോദ്യം ഉത്തരമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല, ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലേതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും. ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ അതെ, യാതൊരു ന്യായീകരണത്തിനും ഇവിടെ ഒരു പ്രസക്തിയുമില്ല എന്നുള്ള തിരിച്ചറിവ് വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത് നല്ലതാണ്. ആ തിരിച്ചറിവ് ഇവർ പോയിട്ട് കേസ് കൊടുത്തപ്പോഴാണ് നിങ്ങൾക്ക് ആ തിരിച്ചറിവ് ഉണ്ടായത്. എന്തായാലും ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തിരിച്ചറിവുകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. കാരണം ഇത്തരം കെണികളിൽ ചെന്നപ്പെടുമ്പോഴാണ് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നത്. കാരണം ഒരുപാട് ആളുകളെ പരിഹസിച്ച് അതൊരു തമാശയാക്കി എടുത്ത് അതിലൂടെ വരുമാനം കണ്ടെത്തുന്ന ഒരുപാട് മാർഗ്ഗങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഫോം വഴിയാണ് ഇവരുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് പറയുന്നു, അതിന് പൈസ ഈടാക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ല ഉടായ്പ, നല്ല നല്ല പരിപാടികളാണ്. വായല നാവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുക, ആൾക്കാരെ പരിഹസിച്ച് മറ്റുള്ളവരെ മുന്നിൽ കാണിക്കുക, ഇതൊക്കെയാണ്. ഇത്തരം ഒരുപാട് വീഡിയോസുകളും ഇറങ്ങുന്നുണ്ട്, ഒരുപാട് പ്രാങ്ക് വീഡിയോസുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അതിനൊക്കെ ശക്തമായിട്ട് നമ്മൾ എതിർക്കുക വേണം. അതായത് ന്യായമുള്ള നല്ല ഒരു ജനങ്ങൾക്ക് പൊതുവായിട്ടുള്ള നല്ല അറിവ് നൽകുന്ന അല്ലെങ്കിൽ നല്ലൊരു മെസ്സേജ് നൽകുന്ന നല്ല തരം പ്രാങ്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് രസമുണ്ട്. ഇതൊരു തരി പോലും നിലവാരമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ നമ്മൾ എതിർക്കുക തന്നെ വേണം. എന്തായാലും ഇവരുടെ വീഡിയോസ് ഒരുപാട് വൈറലായിട്ട് ഇവരൊരുപാട് കളിയാക്കുന്ന വീഡിയോകളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. വേറൊരു വീഡിയോയിൽ ഒരു സംഭവം കൂടി ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞിട്ട് നിർത്താം. അതിലൊരു സംഭവമുണ്ട്, ഇവർ മുന്നേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടി ഉണ്ട്. അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അറപ്പ് തോന്നും ഇവരോട്. ഹലോ വിശ്വ വകുപ്പിലേക്ക് സ്വാഗതം. ഹലോ വിശ്വ അല്ലേ? ബൈക്കൊക്കെ ഉണ്ടോ? ഓടിക്കാറുണ്ടോ അതോ? ഇടയ്ക്കിടയ്ക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ. പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത്? അപ്പാർട്ട്മെന്റില് പാർക്കിംഗ് തന്നിടത്താണ് നമ്മൾ. അല്ല, വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം, കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. പൊതുജനങ്ങളുടെ മുന്നിൽ വളരെയധികം നല്ല ഭാഷ ഉപയോഗിച്ച് സംസാരിക്കേണ്ട RJ അവരാണ് ഇത്തരം വേർഡ്സുകൾ ഉപയോഗിച്ച് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തന്നെ നാണം കിടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ഇത്തരം ഒരുപാട് വീഡിയോസുകൾ ഇറങ്ങുന്നുണ്ട്. എങ്ങനെ ആൾക്കാരോട് സംസാരിക്കണം, ഏത് മാന്യമായ രീതിയിൽ സംസാരിക്കണം എന്നൊന്നും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം വില പോകാത്ത, ഇത്തരം നാണം കെട്ട ഒരുപാട് പ്രാങ്കുകൾ ചെയ്യാതെ നിലവാരമുള്ള ഗുണത്തിൽ പരിപാടിയിലേക്ക് വരാൻ ഇവരൊക്കെ ശ്രമിക്കുക. കാരണം എൻ്റെ അഭിപ്രായം അതൊക്കെയാണ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.